അസോസിയേഷൻ അതിലെ ഓരോ അംഗങ്ങളും ഞങ്ങളുടെ ബാർ അസോസിയേഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര പേർക്ക് അംഗത്വമുണ്ട്, അതെല്ലാവരും ബാർ അസോസിയേഷൻ എന്ന് തന്നെയാണ്. ഒരിക്കലും ബാർ അസോസിയേഷൻ എനിക്കെതിരായിട്ട് സെക്രട്ടറി ഒന്നും ഒരിക്കലും ഒരാരും മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സോ ട്രഷററോ പ്രസിഡന്റോ ആരും അല്ല. ഞാനിപ്പോ ആ വോയിസിനുള്ള മറുപടി ആയിട്ടാണ് എനിക്കറിയാം. ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഞാൻ പറയട്ടെ, ആദ്യം തന്നെ പറയട്ടെ, ഇത്തരത്തിൽ ആരും എനിക്കെതിരെ പറഞ്ഞിട്ടില്ല. പിന്നെ ആ ഗ്രൂപ്പിൽ നടന്നെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്തായാലും 2 വശം ഉണ്ടാകും. അതെനിക്ക് അറിവുള്ള കാര്യമാണ്. ഈ പ്രതി എന്ന് പറയുന്ന എൻ്റെ സീനിയറെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ വഴി വന്നതാണ്. ഞാനത് സമ്മതിക്കുന്നു. ആ സുഹൃത്തുക്കളുടെ വികാരം ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്ന ആര് തന്നെ ആയാലും എനിക്കതിൽ യാതൊരു പരാതി പരിഭവവും ഇല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷേ അതൊരു വിക്ടിം ബ്ലെയിമിങ്ങിലോട്ട് പോയപ്പോഴാണ് എനിക്ക് മറുപടി പറയേണ്ടി വന്നത്. ആദ്യം തന്നെ അതിൽ എൻ്റെ അമ്മ മീഡിയയോട് പ്രതികരിച്ച്, എൻ്റെ അമ്മ വൈകാരികമായിട്ട് പ്രതികരിച്ച് അത് ഗ്രൂപ്പിൽ ആ വീഡിയോ എടുത്തിട്ട് അതിനെ തുടർന്ന് അമ്മയെക്കുറിച്ചുള്ള ഡിസ്കഷൻ വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ആ ഗ്രൂപ്പിൽ റിപ്ലൈ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതിൽ പിടിച്ചിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ പ്രതികരിച്ചത് മീഡിയയോട്. ഒരിക്കലും അത് ബാർ അസോസിയേഷൻ എനിക്കെതിരായിട്ട് നിൽക്കുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിലെ ചില വ്യക്തികൾ അത് ഒരിക്കലും ഒരു രാഷ്ട്രീയമോ ബാർ അസോസിയേഷൻ ഭാരവാഹികളെന്നോ അങ്ങനെ ഒന്നുമല്ല. ചില വ്യക്തികൾ ചെയ്യുന്ന കാര്യമാണ്. അതൊരിക്കലും ഒരു സമൂഹത്തെ ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എനിക്കൊപ്പം ജീവൻ തന്ന് നിൽക്കുന്ന സഹോദരങ്ങളുണ്ട്. എൻ്റെ ബാർ അസോസിയേഷനിൽ പുറത്തും ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കൾ, സീനിയേഴ്സ് ജൂനിയേഴ്സ് അങ്ങനെ വേർതിരിവില്ലാതെ എന്നെ ചേർത്ത് പിടിക്കുന്നവരുണ്ട്. അത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ആ വീഡിയോ വന്നപ്പോൾ എനിക്കറിയാം ഇങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാകും. ഞാൻ ഓൾറെഡി അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ തന്നെ, ഇത് കാണുന്ന ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. അങ്ങനത്തെ ആരോപണങ്ങൾക്ക് ഞാൻ ഓരോ ദിവസവും ഓരോ മേക്കപ്പ് ചെയ്ത് എൻ്റെ ഫേസ് മീഡിയയുടെ മുന്നിൽ കാണിക്കേണ്ട എന്ത് ആവശ്യകതയാണ് എനിക്കുള്ളതെന്നുള്ളത്. അത് ഇങ്ങനത്തെ ഈ ഒരു കമന്റ് പോലും എനിക്ക് എൻ്റെ സഹപ്രവർത്തകരിൽ നിന്ന്, ഞാൻ വീണ്ടും പറയാണ്, എല്ലാവരും അല്ല ചില ആൾക്കാർ അവരിൽ നിന്ന്, പക്ഷെ സഹപ്രവർത്തകരിൽ അവർ ഞങ്ങളിൽ ഒരാളാണ്, അവരിൽ നിന്ന് ഇങ്ങനെ ഒരു ആരോപണം കേൾക്കേണ്ടി വരുമ്പോൾ ഉള്ള എൻ്റെ മാനസികാവസ്ഥ എനിക്കിതിൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പിന്നെ ഞാൻ ഒരു തരത്തിലും മീഡിയയുടെ മുന്നിലോ ആരുടെ മുന്നിലും എനിക്ക് സഹതാപം കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ ഒരു തരത്തിലും ഒന്നിനും മറുപടി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എനിക്ക് ആരുടെ സഹതാപം എനിക്ക് വേണ്ട. സഹതാപത്തിന്റെ പുറത്തല്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ആശങ്കയില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒറ്റപ്പെടുത്തും എന്നൊരു ആശങ്ക എനിക്കില്ല. കാരണം എൻ്റെ ബാർ അസോസിയേഷൻ അതിലെ കൂടുതൽ ആൾക്കാരും എൻ്റെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിലെ ചില വ്യക്തികൾ എനിക്കെതിരെ ഇങ്ങനത്തെ, അത് ഞാൻ അവരുടെ ഇത് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അതിലൊന്നും എനിക്ക് പരാതിയില്ല. അദ്ദേഹത്തെ സപ്പോർട്ട് വഞ്ചൂർ കോടതിയിൽ മർദ്ദനത്തിനിരയായ അഡ്വക്കേറ്റ് ശ്യാമലയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്.